ഹലോ ഡിയർ. അപ്പം ഇന്നത്തെ വിശേഷം ഒരു ടെമ്പിൾ വിസിറ്റ് ആണ്. അപ്പം നമ്മൾ ഇന്ന് പോയത് പൗർണമിക്കാവ് ദേവി ക്ഷേത്രത്തിലോട്ടാണ്. പേര് പോലെ തന്നെ പൗർണമിയുടെ അന്ന് മാത്രം നട തുറക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം. അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാട് ഒരു നേർച്ച പോലെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നെയ്വിളക്ക് കത്തിക്കുക എന്നൊരു ചടങ്ങാണ്. അപ്പോൾ ഞാനും നെയ്വിളക്ക് കത്തിച്ചു. ഈ മണ്ഡപത്തിന് ചുറ്റും 3 പ്രാവശ്യം വിളക്കണയാതെ വലം വെക്കണം. എന്നിട്ട് വിളക്കില്ലാതെ 17 പ്രാവശ്യം ഈ മണ്ഡപത്തിന് ചുറ്റും വലം വെക്കണം. ഈ മണ്ഡപത്തിന് ചുറ്റും ഫുള്ള് വീണകളാണ്. വീണകൾ സത്യം പറഞ്ഞാൽ ഇത്ര വെറൈറ്റീസ് ഓഫ് വീണകളുണ്ടെന്ന് നമുക്ക് അത് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എൻ്റെ മനസ്സിലാക്കി ഒരു നോർമൽ വീണ, ഒരു പ്ലെയിൻ തടിയിൽ കുറേ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് അവിടുത്തെ വീണകൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ അതിൽ തന്നെ ഒരു കൊച്ചു കുട്ടിയുടെ എന്താ പറയുക പാട്ടുണ്ടായിരുന്നു, നല്ല മനോഹരമായിട്ട് പാടി. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയത് ഈ ഒരു കാഴ്ചയാണ്. ഇത് അവിടുത്തെ ഒരു നോർമൽ ചടങ്ങാണ്, പക്ഷേ ഞാൻ വേറൊരു അമ്പലത്തിൽ ഇതുപോലെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും കുറച്ച് നേരത്തേക്ക് സെറ്റായി പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും? അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ദൈവം അവരെ അനുഗ്രഹിച്ച് ആ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ശരിക്കും ഉണ്ടോ, അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. ശരിക്കും നമുക്കൊരു ദൈവം മനുഷ്യനായ എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിയാണ് അത്. പക്ഷേ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. കാരണം ഞങ്ങൾ ഇതിന് മുമ്പ് 2 ടൈം ആ അമ്പലത്തിൽ പോയപ്പോഴും ഈ ടൈമിലല്ല, ഞങ്ങൾ ടൈം ഡിഫറൻസ് ഉണ്ടായിരുന്നു, വേറെ ടൈമിൽ അവിടെ പോയതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇന്നത് കണ്ടപ്പോൾ ശരിക്കും ശരിക്കും മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആയിട്ടോ ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും. പിന്നെ എല്ലാവരും അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെ ലൈഫിൽ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ചാൻസാണ്. പിന്നെ അവിടെ അക്ഷരാദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 51 അക്ഷരങ്ങളിലെയും ദൈവങ്ങളെ. ശരിക്കും ഈ പുസ്തകമൊക്കെ സരസ്വതി ദേവി എന്ന് പറയുന്നെങ്കിലും അക്ഷരങ്ങളിലും ദൈവം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഈ കാക്കയുടെ പ്രതിമയായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം തന്നെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങളെല്ലാം കുടിച്ചു. അപ്പം അത്രയേ ഉള്ളൂ.